ഒരു കുട്ടി ലഹരിക്ക് അടിമയാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ആ സ്നേഹം ശരിക്ക് ലവ് ആൻഡ് അഫെക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാലും അത് ഇതിന് തേടി പോകുന്നുണ്ട്. മാനസിക സംഘർഷം ഇവരെ വേട്ടയാടുന്നുണ്ട്. പിന്നെ അവർ ജീവിക്കുന്ന, അവർ പോകുന്ന ഇടങ്ങൾ അവർക്ക് നല്ലൊരു അനുയോജ്യമായ ഇടമല്ലെങ്കിൽ അവരതിന് പോകുന്നുണ്ട്. അപ്പം മെയിനായിട്ട് 3 ഫാക്ടേഴ്സാണ് ശരിക്ക് ഇതിന്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വിമുക്തരാക്കണമെങ്കിൽ നമ്മൾ വീട്ടിൽ അവരെ സ്നേഹം കൊടുത്ത് വളർത്തുക, നല്ല ശീലങ്ങൾ അവരിൽ ചെറുപ്പത്തിലേ അത് നമ്മൾ വളർത്തണം. പിന്നെ അവർ പഠിക്കുന്ന സ്ഥലങ്ങളോട് നമ്മൾ വിസിറ്റ് ചെയ്യണം. ഏത് തരം ഫ്രണ്ട്സാണ് അവർക്കുള്ളതെന്ന് നമ്മൾ കൂടെ ആരായണം. പക്ഷേ വൺസ് ഇവർ അതിന് അടിമയായി കഴിഞ്ഞാൽ പിന്നെ അവരെ പിന്തിരിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. അപ്പം നമ്മൾ ആദ്യമേ ഇവരെ ചലനങ്ങളും ഇതും നമ്മളെ കൂട്ടുകെട്ടുകൾ, അവരെ സ്വഭാവ രീതികളുള്ള വ്യത്യാസം, പിന്നെ മെയിനായിട്ട് അവർക്ക് ഉറക്കമില്ലായ്മ, ദേഷ്യപ്പെടുക, പിന്നെ എന്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്താതിരിക്കുക, അതൊക്കെ ശരിക്ക് ലഹരിയിലോട്ട് ഇവർ പോകുമ്പോഴാണ് അതൊക്കെ നമ്മൾ രക്ഷിതാക്കൾക്ക് ആണ് ഏറ്റവും കൂടുതൽ അവരെ തിരിച്ചറിയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ ഇതാക്കിയിട്ടുണ്ടോ, കുട്ടി മുന്നത്തേക്കാളും ഇപ്പോഴത്തെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നമ്മൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുക. അവരോട് ഇടപഴകി കഴിഞ്ഞാൽ നമ്മൾക്കാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യവും അവരെ പിന്തിരിപ്പിക്കാൻ ഇതിൽ നിന്ന്.